You
വിമല, പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നയിച്ചു, ബാക്കി ശേഷം നമ്മുടെ പത്തനംതിട്ടയുടെ മുഴുവൻ കോർ ടീമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ UNAയുടെ ഒരു കൗൺസിലിംഗ് നടക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങളെ അടുക്ക വന്ന് നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾക്ക് അവിടെ കയറിയാൽ മതി എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിട്ടുള്ള റീച്ചാൻ എടുത്തത്. അതോടൊപ്പം തന്നെ ഏകദേശം 10 വർഷത്തോളം കാലങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ സേവനം അനുഷ്ഠിച്ചവരാണ് അല്ലേ? ഒരു പട്ടിയുടെ വില പോലും നമുക്ക് തന്നില്ല. ശരിയല്ലേ പറഞ്ഞേ? കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചൊരടി നല്ല രീതിയിൽ കൊടുക്കാൻ നമ്മൾ UNA ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലപ്പം നല്ല കേരളത്തിലെ ഒരു മാനേജ്മെന്റുകൾ പോലും മുൻപോട്ട് വരില്ല എന്നുള്ളത് കൃത്യമായി. അതോടൊപ്പം തന്നെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പത്തനംതിട്ട ക്ഷമയാചരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ എബിച്ചനെ ക്ഷണിച്ചോളൂ. നമസ്കാരം. ജോൺ മുക്കത്ത് മുമ്പ് പറഞ്ഞ കണക്ക് 10-15 വർഷത്തിലേറെ ജോലി ചെയ്ത് നിങ്ങളെ ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കാതെ ഈ തെരുവിലിറക്കിയ LFനോടുള്ള പ്രതിഷേധമാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ സംഘടനാ പാഠവത്തോടു കൂടി ഇവിടെ അണിനിരക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലയുടെ ആരാധനായിട്ടുള്ള നമ്മുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ റെജി ജോണിനെ ക്ഷണിച്ചോളൂ. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്നൊരു കൗൺസിൽ യോഗം. ആ കൗൺസിൽ യോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ മിനിമം വേതനം അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കുന്നതിന് വേണ്ടി കേരളമൊട്ടാകെ അല്ല ഇന്ത്യയിൽ മുഴുവനും ലോകം മുഴുവനുള്ള നേഴ്സുമാർ ഒരുമിച്ച് അണിനിരന്നുകൊണ്ട് ഒരു ശക്തമായ പ്രതിഷേധ മാർച്ചിലേക്ക്, പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൻ്റെ സൂചനയായിട്ടാണ് നമ്മൾ ഇന്ന് നേഴ്സിംഗ് കൗൺസിൽ നമ്മുടെ സംസ്ഥാന കൗൺസിൽ ഇന്ന് ചേരുന്നത്. ഈ സംസ്ഥാന കൗൺസിൽ ചേരുമ്പോൾ നിർണായക തീരുമാനങ്ങൾ നമുക്ക് ഒരുപാട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾ, യൂണിറ്റ് ഭാരവാഹികൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൗൺസിൽ യോഗമാണ് ഇന്ന് നടക്കുന്നത്. നിർഭാഗ്യവശാൽ ഈ കൗൺസിൽ യോഗം നടക്കുന്നതിൻ്റെ തലേന്ന് മുതൽ കേരളത്തിലെ വളരെ ശക്തമായ യൂണിറ്റും ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നതായ ഒരു യൂണിറ്റ് ഇന്ന് തെരുവിലിറങ്ങേണ്ടി വന്ന ഒരവസ്ഥ ഇന്ന് കേരളം മുഴുവനുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ എവിടെ ആയിരിക്കുന്നോ, നമ്മൾ ചെയ്യുന്ന ജോലി മേഖലകളിൽ നമുക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും അത് നിഷേധിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾക്കറിയാം, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം. 9 വർഷം പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്ന ആശുപത്രിയിൽ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ശക്തമായ കോട്ട് എന്ന് പറയപ്പെടുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ 9 വർഷം ജോലി ചെയ്ത ഒരു സ്റ്റാഫിന് ഉണ്ടായ ഒരു ദുരനുഭവം. തൻ്റെ ജീവിതം വരെ, മുന്നോട്ട് പോകുന്ന ജീവിതം വരെ നശിപ്പിക്കുന്ന രീതിയിൽ അവർ ഉണ്ടാക്കി കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് പൊതുസമൂഹത്തിലും ദേശീയ തലത്തിലും ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയും പൊതുസമൂഹത്തിൽ ഞങ്ങൾ അറിയിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങുന്നതിനുള്ള ആരംഭം കുറിക്കുകയും ഒരു കരിദിനം എന്ന രീതിയിൽ ഞങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് അടിയന്തരമായ ഒരു ചർച്ച ചെയ്യുകയും ആ ചർച്ചയിലൂടെ ആ സർട്ടിഫിക്കറ്റ് തിരുത്തി കൊടുക്കുവാനും അവിടുത്തെ CNOയെ പുറത്താക്കുമെന്നുള്ള ഒരു കരാർ ഞങ്ങൾ ധാരണയിലുണ്ടാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ബോണസ് അല്ലെങ്കിൽ ഉത്സവബദ്ധമായി ബന്ധപ്പെട്ട് ലേബർ ഓഫീസിലെ ലേബർ കമ്മീഷന് മുന്നിൽ ഞങ്ങളൊരു ലെറ്റർ കൊടുക്കുകയുണ്ടായി. അതിൽ യാതൊരു നടപടിയും ഉണ്ടാവാത്ത ആ മാനേജ്മെൻറ്റ് അന്നേ ദിവസം തന്നെ എല്ലാ നേഴ്സുമാരുടെ അക്കൗണ്ടിൽ ഉത്സവബദ്ധയായിട്ട് 1500-ഉം ക്രിസ്മസിന് 1500 രൂപ കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടിത ശക്തി കൊണ്ട് മാത്രമാണ്, യൂണിറ്റി കൊണ്ടാണ്. അല്ലാതെ ചിന്തിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഈ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ശക്തരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മാനേജ്മെൻറ്റ് നമ്മുടെ മുന്നിൽ തന്നെ എത്തും. അതുകൊണ്ടാണ് ഇത്രയും വലിയ ശക്തമായ ഒരു മാനേജ്മെൻറ്റ് UNA
സ്റ്റേറ്റായാലും ജില്ലയായാലും യൂണിറ്റ് ഭാരവാഹികളെയും വിളിച്ച് ഒരു ചർച്ച നടത്തുകയും ചർച്ചയ്ക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ശക്തരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. ഇത്രയും ശക്തമായ യൂണിറ്റും ഇത്രയും ശക്തമായ യൂണിറ്റ് നേതൃത്വവും എല്ലാ രീതിയിലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുക. ഭിന്നിച്ചു പോകാതെ ഒരുമിച്ച് നിന്ന് ഇവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളായാലും ആർക്കായാലും പൂർണ്ണമായ സപ്പോർട്ടും പിന്തുണയും കൊടുത്തു കഴിഞ്ഞാൽ നാളുകളിൽ ഇതുപോലെ പത്തനംതിട്ട ജില്ല കൈവരിച്ചതിനേക്കാളും അത്യുജ്വലമായ ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ശക്തമായ പിന്തുണയും സപ്പോർട്ടും പത്തനംതിട്ട ജില്ല നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ ഈ സമയത്ത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഞാൻ വാർത്താമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്കറിയാം. ജനറൽ കൗൺസിൽ യോഗം ഏകദേശം 10:30 കൂടി ആരംഭിക്കാം. അവിടെ പോകണമെന്നുണ്ട്. എങ്കിലും ഈ പോകുന്ന വഴിയിൽ നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങളൊരു അഭിമാനവും തോന്നുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും അതിന് വേണ്ട അടിയന്തരമായി നടപടി ശക്തമായി സംസ്ഥാന ദേശീയ തലത്തിൽ ഉണ്ടാകുന്നതിനുള്ള എല്ലാ പിന്തുണയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള നൈജുവിനെ 2 വാക്ക് പറയുന്നത് ക്ഷണിച്ചോളൂ. നമസ്കാരം. റീച്ച പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഏത് സമയത്തും എന്താവശ്യത്തിലും ഞങ്ങളെ വിളിക്കാം എന്ന് ഇതിന് നേതൃത്വത്തെ ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ നിങ്ങളെ സമര പോരാളികളെ ഇപ്പോൾ നമ്മൾക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ എബിച്ചൻ, പിന്നെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായ ജോൺ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് എൽസായൻ, പിന്നെ നൈജു, പിന്നെ ഓരോ അംഗങ്ങളും വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഐക്യം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ LF യൂണിറ്റിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നമ്മൾ അവർക്കുള്ള നന്ദി അർപ്പിക്കുകയാണ്. എല്ലാവിധ ഭാഗങ്ങളും ശരിയാണ്. നമ്മൾക്ക് വേണ്ട സപ്പോർട്ട് അവരുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ അതിന് അവർക്ക് നന്ദി പറയുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും.